അപ്പോൾ നമ്മൾ പറഞ്ഞ അടുത്ത കാര്യവും റെഡിയാവുന്നു. സർവീസ് 5 ദിവസം പോയാൽ മതി, ബാക്കി അർമാദിക്കാം. ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടു. 2 ദിവസം പോകണ്ട, 5 ദിവസം പോയാൽ 2 ദിവസം പോകണ്ട. എന്തൊരു ലോട്ടറി അടിച്ചതാണ്. അപ്പോൾ ഇന്ന് ഇതുണ്ടായിരുന്നു. ഞാനൊക്കെ സർവീസിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം പോയാൽ മതിയായിരുന്നു. ഇത് 4 ദിവസമാക്കി കിട്ടിയെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഓൺലൈനാക്കി കിട്ടിയാൽ വളരെ നല്ലത്. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുക, അതിൻ്റെ ആവശ്യമുള്ളൂ. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഓഫീസിലൊന്നും ആരും പോകേണ്ട കാര്യം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക, ഓൺലൈൻ കൊടുക്കുക. ഒരുപാട് ഓഫീസുകൾക്ക് ആളുകൾക്ക് വർക്ക് അറ്റ് ഹോം കൊടുക്കാമെന്നുള്ളത് IT കമ്പനി കൊടുക്കുമ്പോൾ ഈ ഓഫീസിൻ്റെ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും കൊള്ളാം. ഇന്ന് സർവീസ് സംഘടനകളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഓൺലൈനായിരുന്നു ഇന്ന് ചീഫ് സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചത് രാവിലെ. ആ മീറ്റിങ്ങിൽ എല്ലാ സർവീസ് സംഘടനകളും സമ്മതിച്ചു. കാരണം നല്ല കാര്യമല്ലേ, നല്ല കാര്യത്തിന് സർവീസ് സംഘടനകൾ കൈയടിച്ച് സമ്മതിക്കത്തുള്ളൂ. എല്ലാവരും സമ്മതിച്ചു. ഒരു ചർച്ച പോലും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കുന്നു, എല്ലാവരും കൈയടിക്കുന്നു. ഭരണകക്ഷി ആദ്യം കൈയടിക്കുന്നു, പ്രതിപക്ഷം പിന്നെ കൈയടിക്കുന്നു, റെഡി. പക്ഷേ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ ക്യാഷ്വൽ ലീവും കുറയ്ക്കരുത്, പൊതു അവധിയും കുറയ്ക്കരുത്. കാരണം പള്ളിക്കൂടത്തിലൊരു പരിപാടിയുണ്ട്. ഈ സ്കൂളിൽ ഈ പല പരിഷ്കാരങ്ങൾ നടത്തുമ്പോഴും മിനിമം ഇത്ര ദിവസം അധ്യയനം നടന്നിരിക്കുന്ന ഒരു കണക്കുണ്ട്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ പിടിച്ച് കളയരുത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം. അങ്ങനെ പിടിച്ചാൽ ഈ ചിലപ്പോൾ ചില പൊതു അവധികളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ കലണ്ടർ വരുമ്പം ചിലപ്പോൾ ഈ ക്യാഷ്വൽ ലീവിൽ കയറി പിടിക്കും. ലീവ് സറണ്ടർ പണ്ടേ പോയി, അതുകൊണ്ട് കാര്യമില്ല. ലീവ് സറണ്ടർ ചെയ്യേണ്ട കാര്യമില്ല. ലീവേ സറണ്ടർ പോയിട്ട് ലീവേ സറണ്ടറായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയി. അതേസമയം ക്യാഷ്വൽ ലീവിൽ കയറി പിടിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ക്യാഷ്വൽ ലീവ് 20 ഉണ്ട്, പിന്നെ ഏൺഡ് ലീവുണ്ട്, ഹാഫ് പേ ലീവുണ്ട്, ഇങ്ങനെ പല ലീവുകളുണ്ട്. അതോടൊപ്പം ആഴ്ചയിൽ 5 ദിവസം പോയാൽ മതി. സുഖം, ജീവിതം പരമപവിത്ര, മനോഹരം, ആനന്ദകരമായി 5 ദിവസം പോയാൽ മതി. പിന്നെ 5 ദിവസം പോകണമെങ്കിൽ അരമണിക്കൂർ വീതം ഈ ആഴ്ചയിൽ ശനിയാഴ്ചത്തെ 6 മണിക്കൂറത്തെ പ്രവൃത്തി സമയം, ബാക്കി 5 ദിവസം അരമണിക്കൂർ വീതം രാവിലെയും വൈകിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് പിന്നെ നമുക്കറിയാമല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് ഓഫീസിൽ പോകാൻ നമുക്കറിഞ്ഞൂടെ. 10 മണിയെന്ന് പറഞ്ഞാലും 10:30 ആവും പഞ്ച് ചെയ്ത് വരുമ്പോൾ. 10:30 കയറിയാൽ മതി. 5 മണിയെന്ന് പറഞ്ഞാൽ 4:30 ആകുമ്പോഴേ പോയി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ ആരെയും കുറ്റം പറയല്ല, ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ശരിക്ക് അത് നല്ലതാണ്. ഞാൻ പണ്ടൊരു ഡയറക്ടർ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം പറയുമായിരുന്നു, ഈ 10 മണി തൊട്ട് 5 മണി ഓഫീസിൽ വെച്ചുകൊണ്ടിരുന്നത് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. 10 മണിയുടെ വീട്ടിൽ ചിലവാക്കണമെന്നാണ്. 10 മണി 9:59 വരെയും വീട്ടിൽ ചിലവാക്കിയിട്ട് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എത്ര മണിക്ക് ഓഫീസിൽ എത്തിയാലും കറക്റ്റാണ്. 5 മണിക്ക് വീട്ടിൽ കയറാൻ വേണം. കാരണം 10:05 ഓഫീസ് സമയമുള്ളൂ, ബാക്കി വീട്ടിലെ സമയമല്ല. 5 മണിക്ക് തിരിച്ച് കയറണം. അപ്പോൾ 5 മണിക്ക് തിരിച്ചാണെങ്കിൽ ചില ദൂരേക്കുള്ളവരാണെങ്കിൽ 2 മണി 3 മണിക്ക് പോകണം. അപ്പോൾ ഒരു 11 മണിക്ക് വരിക, 3 മണിക്ക് പോവാം. ഇങ്ങനെ കളിയാക്കി പറയുമായിരുന്നു. പക്ഷേ അതൊന്നും നടക്കില്ല. ഇപ്പോൾ പഞ്ചിങ് ഉണ്ട്, പിന്നെ ഫിംഗർ പ്രിൻറ്റ് വയ്ക്കണം, ഒരുപാട് സംവിധാനമുണ്ട്. അറ്റൻഡൻസ് എടുക്കും, ഓൺലൈൻ അറ്റൻഡൻസ് ആണ്, ഇലക്ട്രോണിക് പിന്നെ ഇലക്ട്രോണിക് അറ്റൻഡൻസ് സംവിധാനമൊക്കെ വന്നു. അതുകൊണ്ട് അത് നടക്കത്തില്ല. എന്തായാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കോളടിച്ചു, 5 ദിവസം പോയാൽ മതി. ലീവും പൊതു അവധിയും ഒന്നും കട്ട് ചെയ്യുന്നില്ല.